കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുക്കുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ യഹോവയായി ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുക്കുന്ന ദേശത്ത് കൊണ്ടുചെന്നിട്ട് അത് തരുമെന്ന് വചനം പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വാസവും മത്സരവുമാണ് ഈ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സംഖ്യാപുസ്തകത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം ഹല്ലേലൂയ വിവരിക്കുന്നത് ഈ അധ്യായത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവ് ഇസ്രായേലിയർക്ക് ഉണ്ടായിരുന്നിട്ടും ഹല്ലേലൂയ കനാൻ ദേശം ഒറ്റുനോക്കിയവരിൽ ചിലർ പറഞ്ഞ അവിശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹല്ലേലൂയ അവർ ഭയപ്പെട്ടു. അവിടെ കാണാൻ കഴിയും. ആ ഭയം അവരെ മത്സരത്തിലേക്ക് നയിക്കുകയും ഹല്ലേലൂയ മോശയ്ക്കെതിരായി ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ദൈവം ഹല്ലേലൂയ നേരിട്ടിടപെട്ടത്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് മിസ്രയീമിൽ നിന്നും ഹല്ലേലൂയ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം ഹല്ലേലൂയ വാഗ്ദത്തത്തിന്റെ അതിരോളം എത്തിയെങ്കിലും തങ്ങളുടെ അവിശ്വാസ നിമിത്തം അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് തന്നെയാണ് മിസ്രയീമിൽ അടിമകളായി കിടന്നിരുന്ന ജനത്തെ അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവന്ന ജനം അല്ലെങ്കിൽ വാഗ്ദത്ത നാടിന്റെ അതിരോളം എത്തിയിട്ടും അവർക്കതിൽ പ്രവേശിക്കാൻ കഴിയാതെ മത്സരികളായി മാറിയതുപോലെ ഇന്നും ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടിട്ടും ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാതെ ദൈവത്തോട് മത്സരിക്കുന്ന അവിശ്വാസമുള്ള ഒരു കൂട്ടം ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് ദൈവമക്കൾക്ക് പലപ്പോഴും ദൈവം നൽകിയ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. രക്തം ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളായി നീ എത്ര ദൂതുകൾ കേട്ടു, വാഗ്ദത്തങ്ങൾ കേട്ടു, എത്രയോ ദൈവദാസന്മാർ നിന്നോട് ആലോചന പറഞ്ഞു, എത്രയോ ദൈവദാസിമാർ ആലോചന പറഞ്ഞു, ആരെല്ലാം നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എത്രയോ ദൈവദാസിദാസന്മാരെ നീ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥന നടത്തി, എത്രയോ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു, ഏതെല്ലാം പ്രവാചകനെ വിളിച്ച് നീ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്തെല്ലാം അനുഗ്രഹത്തിന് വേണ്ടി നീ കാത്തിരുന്നു. ഒന്നുപോലും നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് അറിഞ്ഞ സാഹചര്യം അവർ ദൈവത്തിൽ വിശ്വസിക്കാതെ മത്സരിച്ചതുപോലെ ഇന്നും നീ മത്സരിക്കുന്നത് കൊണ്ടാണ് ഒരു ദൈവിക വാഗ്ദത്വവും നിനക്ക് നിറവേറാത്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവിക വാഗ്ദത്വം നിറവേറണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് വചനത്തെ അനുസരിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് തിരുവചനം. ഹല്ലേലൂയ. വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഒരു സ്ഥലത്തും തലതാഴ്ത്തേണ്ടി വരത്തില്ല. വചനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം പലപ്പോഴും നമ്മൾ തല കുമ്പിടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. താൽക്കാലികമായി ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളുമായിരിക്കും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളെ ദുർവിനിയോഗം ചെയ്യാതെ, ആ അവസരത്തെ നഷ്ടപ്പെടുത്തി കളയാതെ വചനത്തിന് അധിഷ്ഠിതമായി ജീവിതം നയിപ്പാൻ ഞാനും നിങ്ങളും ഒരുങ്ങുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അല്ല നമ്മുടെ ഉള്ളിൽ അവിശ്വാസമാണ് വർദ്ധിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും ദൈവിക വാഗ്ദത്തങ്ങൾ നേടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പൊ സകലത്തെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതാണ് യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മിൽ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം മധുരമുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും രാജാവായിരിക്കുന്നത് തേനാണ്. മധുരമുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും രാജാവാരാണ്? തേനാണ്. തേനിന് തക്ക മധുരമുള്ള ചുവയും അതിന് ചെറിയൊരു കയ്പുള്ള അതും ഹല്ലേലൂയ മറ്റൊന്നിനും കാണാനില്ല. തേന് നല്ല മധുരമാണെങ്കിലും
ഒരു ചെറിയ ഒരു കയ്പൂടെ തോന്നാറുണ്ടല്ലോ. അങ്ങനെ നിർമ്മിതമായ മറ്റൊരു മധുരമേറിയതൊന്നുമില്ല. ഏറ്റവും മണമുള്ളതും ഏറ്റവും രുചിയുള്ളതുമായ തേൻ. ഹല്ലേലൂയ. അപ്പം കനാൻ ദേശത്തെ കുറിച്ച് കർത്താവ് വിവരിക്കുമ്പോഴെല്ലാം അത് പാലും തേനും ഒഴുക്കുന്ന കനാൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നീ കേട്ട വാഗ്ദത്തത്തിനകത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിന്റെ ഈ നാളുകളിൽ ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത പോലെ പാലും തേനും ഒഴുക്കുന്ന ആ ദേശത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. മാത്രമല്ല, നിനക്ക് നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളിൽ നിന്ന് കർത്താവ് നിറവേറാൻ തുടങ്ങും. പ്രൈസലോ. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. എത്രയോ ആളുകളാണ് കണ്ണുനീരിന്റെ നടുവിലൂടെ, സങ്കടത്തിന്റെ നടുവിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ആലോചന കേട്ടിട്ടും പ്രാപിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഭാരപ്പെടുന്നേ. ഇന്നത്തെ ആ കാലഘട്ടത്തിൽ പാലും തേനും ഒഴുകുന്ന തേനിനേക്കാൾ മധുരമുള്ള ദൈവവചനത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടല്ലോ. ഈ കാലഘട്ടത്തിൽ അനവധി വേർപെട്ട ദൈവത്തിന്റെ ദാസിദാസന്മാർ, ദൈവവേല ചെയ്യുന്ന പാസ്റ്റർമാർ, അല്ലെങ്കിൽ സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാരൊക്കെ, അല്ലെങ്കിൽ അനവധി സഹോദരിമാർ, അവർ ദൈവസ്ഥനെ കടന്നുപോയി ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധിയിലും വേർപാടിലും ഒക്കെ നിൽക്കുന്നവരാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോഴും അവർ അനവധി ദൈവദാസിദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ചിലർക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവദാസന്മാർ ഈ പാർശ്വവല്ലം കണ്ടോ, പാർശ്വവല്ലം കേട്ടോ, ദൈവം എന്തെങ്കിലും സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ സഹോദരി, ദൈവം എന്തെങ്കിലും ദൈവസ്നേഹി നീ ഉറച്ചു നിന്നാൽ നീ മറ്റുള്ളവർ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വല്ലതും കണ്ടോ, കേട്ടോ, അറിഞ്ഞോ, ഇല്ല ദർശന വെളിപ്പാട് കിട്ടും ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിന്റെ ഉള്ളിലെ അവിശ്വാസമാണ് നിന്നെ കൂടെ ചോദിക്കുന്നത്. കാരണം ഒരു ആലോചന എന്റെ മേൽ കിടപ്പുണ്ട്. ഇത് ആലോചന വിശ്വസിക്കാൻ കഴിയാതെ ദേശത്തുള്ള രാജ്യത്തുള്ള സകല പ്രവാചകന്മാരെയും വിളിച്ച് നീ പ്രാർത്ഥിക്കുക. അത് ശരിയാണോ? അത് കേട്ടത് ശരിയാണോ? അതങ്ങനെ നടക്കുവോ? പാർശ്വവല്ലോ കണ്ടോ, കേട്ടോ, എന്തെങ്കിലും പറയണ്ടേ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചു, ദേവദാസനാ, ഹല്ലേലൂയ, അങ്ങ് തിരുവനന്തപുരത്തുനിന്ന്, ഹല്ലേലൂയ, ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, വല്ലോ കണ്ടോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, താങ്കളെ കുറിച്ച് ഒന്നും ദൈവം കാണിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. താങ്കളെ കുറിച്ച് ഒരു ആലോചന ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറഞ്ഞ് അത് തിരിച്ചു പറയും. ഹല്ലേലൂയ. താങ്കളെ കുറിച്ച് ആലോചന ഇല്ലാത്തിടത്തോളം കാലം താങ്കൾക്ക് ഇപ്പൊ ചോദിച്ച നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. ചോദിച്ചതിലേക്ക് എന്തെങ്കിലും ഒന്ന് പറയണോ? പക്ഷെ ഞാൻ പറഞ്ഞ സഹോദരൻ, ഞാൻ അങ്ങനെ പറയാൻ തയ്യാറല്ല. ദൈവം പറയാത്ത കാര്യങ്ങൾ താങ്കളോട് പറഞ്ഞിട്ട് ആ ശാപം ഞാൻ എന്തിനാ വാങ്ങി വെക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ദൈവത്തിന്റെ വചനം. അത് വാഗ്ദത്ത വചനമാണ്, നിറവേറാൻ വേണ്ടിയിട്ടാണ്. പലരുടെയും ജീവിതത്തിൽ അവിശ്വാസം എല്ലാവർക്കും ഈ കണ്ടോ, കേട്ടോ എന്ന് പറഞ്ഞാൽ, പണ്ട് ഞാനൊക്കെ ചെറുപ്രായത്തിൽ പണ്ട് എപ്പോഴും കൈനോട്ടത്തക്കാർ വരുമ്പോൾ കൈനോക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് ഈ വീടുകളിൽ തോറും വന്നിട്ട് ഞാൻ പൈസ പിരിച്ചുകൊണ്ട് ഈ നേർച്ചയ്ക്ക് പോകുമെന്ന് പറഞ്ഞു വരുന്ന സഹോദരിമാർ വരും. അപ്പൊ അവർക്കെല്ലാം അന്നത്തെ കാലത്ത് ചെറിയ പൈസ കൊടുത്താൽ മതി, അത് കൊടുക്കും. വഴിയിൽ ചെല്ലുമ്പോൾ ഒരുപാട് കൈനോട്ടക്കാർ പക്ഷിയെ കൊണ്ട് വരുന്നതിനോട് അന്നാത്ത് നോക്കുന്നു, ലെൻസ് വെച്ച് നോക്കുന്ന ഞാൻ അവരെ കൊണ്ടെല്ലാം കൈ നോക്കിക്കും. അവരെ കൊണ്ടെല്ലാം കൈ നോക്കി മുഖലക്ഷണമൊക്കെ പറയും. എന്തിനാ? നമ്മുടെ വാരഫലം അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ആ മാസിക വരുമ്പോൾ സ്ഥിരമായിട്ട് വായിക്കും. മാസിക നമ്മുടെ ആഴ്ചപ്പതിപ്പിനകത്ത് വാരഫലം നോക്കും. എല്ലാ വർഷവും കലണ്ടറിൽ നമ്മുടെ വാരഫലം നോക്കും. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു, അല്ലേ? അതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? രാഹു നോക്കി രാഹു നോക്കി, ശകുനം നോക്കി, ആമേല നീ അങ്ങനെ പലതും നോക്കി നീ പുറപ്പെട്ട്, അല്ലേടിയ പലരോട് നീ ആലോചന ചോദിച്ചു പണ്ടത്തെ പോലെ എന്റെ ജീവിതം നടത്താതെ നിന്നോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവമാണ് പറഞ്ഞു. നീ ലോകത്തെ ആശ്രയിക്കാതെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം നിന്നെ പാലും തേനും ഒഴുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, നിന്നെ ഞാൻ പാലും തേനും ഒഴുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുവരുമെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു. ഞാൻ നിന്നെ അനാഥനെ വിടുകില്ലെന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ അവിശ്വസിക്കാൻ പോയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരു ഒരു പ്രവാചകനോട് വിളിച്ച് ചോദിച്ചില്ല. എൻ്റെ പാസ്റ്ററേ, എൻ്റെ സഹോദരി ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞ് ദൈവം എന്നോട് പാലും തേനും ഒഴുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന്, ഞാൻ നിന്നെ അനാഥനായി വിടുകില്ല എന്നൊക്കെ യേശു ഇങ്ങനെ പറഞ്ഞൊരു കേട്ട് ഞാൻ ശരിയാണോ? അങ്ങനെ ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. കേട്ട വചനത്തെ ഞാൻ വിശ്വസിച്ചു. നീ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് നിനക്ക് സംഭവിക്കുക. അങ്ങനെ വല്ലതും കണ്ടോ കേട്ടോ എന്ന് അറിഞ്ഞെന്ന് ചോദിച്ചാൽ അതിന് ഉടനെ എനിക്ക് മറുപടി പറയുന്ന അനവധി ദൈവദാസന്മാരുണ്ട്.
പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ ഒരു പ്രമാണമില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ ഉണ്ടെന്ന് വാദിക്കുന്നവരും അങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ സുവിശേഷം വിറ്റ് ഉപജീവനം നടത്തുന്ന, സുവിശേഷം വിറ്റ് കാശാക്കുന്ന ഒരുപാട് ന്യൂ ജനറേഷൻ സഭകൾ ഇറങ്ങിയിരിക്കുകയാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ഡിനോമിനേഷൻ ചർച്ചകൾ നമുക്കറിയാം. IPC, ഷാനൂര്, ന്യൂ ഇന്ത്യ ചർച്ചക്കൂടെ, AG, ആമിൻ, അതുപോലെ തന്നെ ആമയൊക്കെ ഒരുപാട് സ്വതം ഇൻഡിപെൻഡന്റ് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ വേർപാടും വിശുദ്ധിയിലും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അനുസരിച്ച് പിതാവ് പുത്ര പരിശുദ്ധൻ വിശ്വസിച്ച് അവർ കൽപ്പനകൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന അനവധി വേർപെട്ട സഭകളുണ്ട്. ഉപദേശത്തിൽ നിൽക്കുന്നവരെ, വചനത്തിൽ നിൽക്കുന്നവരുണ്ട്, വാക്തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ട്, അവിശ്വസിക്കാത്ത വിശ്വാസത്തിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാർ, തലമൂത്ത ദൈവദാസന്മാർ, മുതിർത്ത ദൈവദാസന്മാർ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ട. ഇന്നത്തെ തലമുറയ്ക്ക് ഈ ന്യൂ ജനറേഷൻ മതി. അവിടെ പോയി തുള്ളാം, ആടാം, ചാടാം, വീഴാം, പിടിക്കാം, കെട്ടിപ്പിടിക്കാം, ഉരുണ്ട് കിടക്കാം, എന്തുകൊണ്ട്. പിന്നെ പണത്തെക്കുറിച്ച് അവിടെ പ്രസംഗം മുഴുവൻ. പണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രസംഗം മുഴുവൻ. അപ്പം പണത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കേൾക്കുമ്പോഴത്തേനും മനുഷ്യൻ അങ്ങോട്ട് ഓടിച്ചില്ല. അതുകൊണ്ട് പറയും, ന്യൂ ജനറേഷൻ ഇന്നത്തെ ഉണർവ്. ന്യൂ ജനറേഷൻ അല്ല സഹോദരൻ ഇന്നത്തെ ഉണർവ്. ന്യൂ ജനറേഷന്റെ ഉണർവുണ്ടെന്ന് പറഞ്ഞ് അവിടെ പക്ഷേ 1000, 2000, 5000 പേര് തടിച്ചുകൂടി അവർ ശക്തമായി മീറ്റിംഗ് ഒക്കെ ചെയ്തേക്കാം. പക്ഷെ അവർ പണം ഉണ്ടാക്കാം. അവർ ന്യൂ ജനറേഷൻ ഉണർവാന്ന് പറഞ്ഞാൽ നീ പോയി നിന്നാൽ നിനക്ക് രക്ഷയില്ല, മാനസാന്തരമില്ല, വേർപാടില്ല, വിശുദ്ധിയില്ല, പരിശുദ്ധാത്മാവില്ല, സ്നാനമില്ല, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കൂട്ടായ്മയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ നീ ജീവിച്ച അവസാനം നിന്റെ നിത്യ നരകത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അപ്പൊ നീ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന 20 വയസ്സിന് മുകളിലോട്ടുള്ള ഒറ്റ ഓർണത്തിനും വാഗ്ദത്ത കാനായി പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും മരുഭൂമി പെട്ടുപോയി കേട്ടോ. അവർ മോശയോട് മറുതലിച്ചു. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാതെ ന്യൂ ജനറേഷനെ പറയും. ന്യൂ ജനറേഷൻ എന്താ ചെയ്യുന്നത്? എന്തെല്ലാം കാടത്തരങ്ങളാ, എന്തെല്ലാം കോമാളി വേഷങ്ങളാ കെട്ടുന്നത് അല്ലേ? അല്ലേലിയ. കോമാളി വേഷം കെട്ടി എന്നിട്ട് ചിലരൊക്കെ ഒന്ന് ചിരിക്കുക, ചിലരൊക്കെ ഒന്ന് എന്തൊക്കെയോ. പിന്നെ ഈ കുറെ സഹോദരിമാരും ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഈ സഭയ്ക്കകത്ത്. വീഴുന്നവരെ പിടിക്കാൻ വേണ്ടി മാത്രം എന്തെല്ലാം ഭൂതമായി ഇളകുന്നത്. ഇതൊന്നും ദൈവാത്മാവല്ല കേട്ടോ, ഇതെല്ലാം ദുരാത്മാവാണ്, പണത്തിന്റെ ആത്മാവാണ്. 1 തിമോഥെയോസിന്റെ ലേഖനം 6-10 എന്താണ്? ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല, ഇത് കാംക്ഷിച്ച് ചില വിശ്വാസം വിട്ടുവിടുന്ന് പോയി എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം സുവിശേഷമാണെന്ന് ചിലരൊക്കെ മനസ്സിലാക്കി ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും സുവിശേഷത്തെ വിറ്റ് പൈസയാക്കുക. അതുകൊണ്ട് കോടികൾ ഉണ്ടാക്കിയവരുണ്ട്. ഇന്ന് സ്വന്തമായിട്ട് ബാറുള്ള മാസ്റ്റർമാരുണ്ടെന്ന് പറയുന്നു. വലിയ വലിയ ഹോട്ടലിലുള്ള ദേവദാസന്മാരുണ്ട്, എസ്റ്റേറ്റിലുള്ള ദേവദാസന്മാരുണ്ട്. എന്താ ഇതൊക്കെ? ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എല്ലാം സുവിശേഷം വിറ്റ് ജനത്തെ വഞ്ചിച്ചു മേടിച്ചതല്ലേ. ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനത്തിന് മുമ്പിൽ ചെന്ന് തലവെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടം കാപട്യം നിറഞ്ഞ ഒരു കൂട്ടം സഹോദരന്മാരുണ്ട്. അവർ പണമെന്ന് കേൾക്കുമ്പോഴത്തേക്കും അങ്ങ് ഓടുക. അതുകൊണ്ട് നിന്നെ വിറ്റ് കാശാക്കുന്ന ന്യൂ ജനറേഷൻ പുറകെ പോകരുത്. യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രസംഗിക്കുന്ന സത്യവിശേഷം പ്രസംഗിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരും ദൈവസഭകളും ഉണ്ടെന്നേ. നീ അവിടെ പോയി വചനം കേട്ട് നീ ആദ്യം ആത്മാവിന്റെ രക്ഷ പ്രാപിക്കണം, ആത്മരക്ഷ പ്രാപിക്കണം, വീണ്ടെടുപ്പ് പ്രാപിക്കണം. രക്ഷകൻ ആരാണ് തിരിച്ചറിയുന്നത്? നീ പണത്തിന് വേണ്ടി ഓടി നടക്കരുത്. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവ് നിന്നെ പാലും തേനും ഒഴുക്കുന്ന ദേശത്ത് ഈ തേൻ ഏതിനോട് ഉപമിച്ചിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുമെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തേൻ, വചനത്തെ തേനിനോട് ചേർത്താ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയുണ്ട്, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ദൈവവചനത്തിന്റെ കാര്യം കേട്ടോ. ദൈവവചനം അല്ലെങ്കിൽ എന്താണ്? അവ പൊന്നിലും വളരെ തങ്കത്തിലും. വചനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ പൊന്നിനേക്കാൾ തങ്കത്തെക്കാൾ വിലയേറിയതാണ്. എല്ലാവരും പൊന്നിനും തങ്കത്തിനും വില കൊടുത്തപ്പോൾ സ്വർണം കൂടിക്കഴിഞ്ഞപ്പോൾ, സ്വർണത്തിന് വില കൂടിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരൊക്കെ വാങ്ങി കഴുത്തേലും കാതിലും ഒക്കെ ഇട്ട് മേടിച്ച് അലമാരിയൊക്കെ നിറച്ച്, അല്ലെങ്കിൽ പിന്നെ ബാങ്കിന്റെ ലോക്കറിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. സ്വർണത്തിന്റെ വില കൂടി. അവസാന നാളുകൾ ഇതെല്ലാം വീതിയിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതെല്ലാം മലമായി തോന്നും. മനുഷ്യൻ വിസർജിക്കുന്ന മലമുണ്ടല്ലോ, മലമായിട്ട് തോന്നുന്ന ഒരു കാലഘട്ടം ഈ പൊന്നിനും ഈ തങ്കത്തിനും വില കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും.
യെഹെസ്കേലിന്റെ പുസ്തകം 7-19 വായിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യം ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കർത്താവ് പറഞ്ഞ എന്താണ്? എന്റെ വചനം പൊന്നിലും തങ്കത്തിലും അല്ലെങ്കിൽ പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, അത് തേനിലും തേൻ കട്ടയേക്കാളും മധുരമുള്ളത്. നിങ്ങൾ തേൻ കുടിച്ചിട്ടല്ലേ ഉള്ളൂ? തേൻ കട്ട തിന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും തേൻ എടുക്കുന്നിടത്ത് ചെന്നിട്ട് ആ തേൻ എടുക്കുന്നിട്ട് അല്പം തേൻ കട്ട തരാൻ പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലുള്ള ഈച്ച വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ പോയി തേൻ പിഴിയാതെ അതിന്റെ തേൻകട്ട എടുത്ത് നിങ്ങൾ കടിച്ച് വെച്ച് നോക്കണം. അപ്പോഴറിയാം തേൻകട്ട രുചി എന്ന്. അപ്പം നിങ്ങൾ ഈ ഞാൻ തേൻകട്ട തിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തേൻ എടുക്കുന്നതിന് തേൻ പിഴിയാതെ ആ തേൻകട്ട അതുപോലെ വായിൽ വെച്ച് കടിച്ച് വെച്ച് തിന്നിട്ടുണ്ട്. എന്തോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ ഭൂമിയിൽ ഏറ്റവും മധുരമുള്ളതെന്ന് കണ്ടത് തേനും തേൻകട്ടയൊക്കെയാ എന്ന കർത്താവ് പറയാ. എന്റെ മോനെ, പൊന്നും തങ്കമൊന്നും അല്ല ഇവിടുത്തെ വിലയേറിയത്, തേനും തേൻകട്ടയൊന്നും അല്ല. ഞാൻ നിനക്ക് തന്ന വചനം ഏറ്റവും മധുരം. ഇപ്പം ദൈവം നമുക്ക് തന്ന വചനമാണ് ഏറ്റവും മാധുര്യമേറിയത്. അതുകൊണ്ട് ദൈവ വചനത്തിനകത്ത് നീ വിശ്വസിക്കണം. അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചുറ്റിലും ഒക്കെ ഉണ്ടായി. ഇന്ന് അവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഈ ആവശ്യമില്ലാതെ പടക്കം പൊട്ടിക്ക് ലോകപ്രകാരം അവർ ചെടിക്ക് സന്തോഷം പങ്കിടുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടലുണ്ട്. അതുകൊണ്ട് നിങ്ങളത് കേട്ട് ഭാരപ്പെടരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അത് അല്പം കഴിയുമ്പോൾ പൊട്ടിയിറങ്ങുന്നതോട് ദൈവവചനം പ്രസംഗിക്കുന്നതിന് മുമ്പിൽ കൊണ്ടുവന്ന പടക്കം പൊട്ടിച്ച് ബഹളം വെച്ച് കഴിഞ്ഞാൽ പിന്നത്തേതില്ല പൊട്ടിക്കാൻ അവന്റെ കയ്യും കാലും തന്നെ കാണുകയില്ല. അതൊക്കെ ദൈവം കൊടുത്തോളും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് പറയുന്നത് ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ്. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് 119 സംഗീതത്തിലേക്ക് വരുമ്പോൾ 119 സംഗീതം വായിക്കുമ്പോൾ അവിടെയും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. തിരുവചനം എന്റെ അണ്ണാക്കിന് മധുരം, അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. അപ്പം തിരുവചനം എന്റെ തേനിലും നല്ല തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം അല്ലേ. അപ്പം തിരുവചനത്തിന്റെ മാധുര്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം എന്റെ സഹോദരൻ. നീ ഇത് മനസ്സിലാക്കണം. അപ്പം ദൈവവചനത്തുള്ള ശ്രേഷ്ഠതയുള്ളത് മറ്റൊന്നുമില്ല. ദൈവവചനത്തുള്ള ശ്രേഷ്ഠതയുള്ളത് ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല. ദൈവവചനമാണ് ഏറ്റവും നല്ല. എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായിക്ക് തേനിലും നല്ലത്. 119 103 പറയാം. അത് എന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നുവെന്ന് തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചു പോയി എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് കാണാൻ കഴിയും. അപ്പം ദൈവവചനത്തിന് അതിൻ്റെതായ മാധുര്യമുണ്ട്. അപ്പം ദൈവവചനത്തെ നിങ്ങൾ വിശ്വസിക്കുകയും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടി നടക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ ശാന്തമായിക്കോളും. ഇന്ന് ഈ ദൈവവചനം പ്രസംഗിക്കും പടക്കം പൊട്ടിച്ച് നമ്മളെ അസഹ്യമാക്കുന്നുണ്ടെങ്കിൽ നാളെ അവൻ പൊട്ടിക്കാതിരിക്കാൻ ദൈവം അവനെ തൊട്ടോളും. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് തന്നെ ഭൂമിയിൽ വേറൊന്നും തേനിനോടൊപ്പം വരത്തില്ല. ഏറ്റവും മധുരം കൂടിയ തേനാണ്. അപ്പം തേനേക്കാൾ മധുരമുള്ളതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അപ്പം തേനിന്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് അത് കണ്ണുകളെ തെളിയിക്കുന്നു എന്നുള്ളതാണ്. തേനിന്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് അത് കണ്ണുകളെ തെളിയിക്കുന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവിടെ 1 ശമൂവേൽ 14-29 വായിക്കും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് യോനാഥാൻ എന്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി ഞാൻ ഈ തേൻ അല്പം ആസ്വദിക്കൊണ്ട് എന്റെ കണ്ണ് തെളിഞ്ഞു കണ്ടില്ലയോ എന്ന്. അപ്പം തേൻ കുടിച്ചാൽ കണ്ണുകൾ തെളിയുമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം തേൻ എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെങ്കിലും അതിനെക്കാട്ടി ശ്രേഷ്ഠമേറിയതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ വചനം കേട്ടിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ലോകത്തിന്റെ മോഹങ്ങളിൽ ലോകത്തിന്റെ വെറുക്കൂത്തുകളിൽ നീ അകപ്പെട്ട് ഈ ലോകത്തിൽ നീ താത്തൂന്നിയായി ജീവിക്കാതെ ദൈവവചനമനുസരിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ കുടുംബത്തിനകത്ത് വന്നു കഴിഞ്ഞു.
ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ പോലെ നീ അവിശ്വാസമുള്ള ഒരു തലമുറയായി മാറരുത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സുവിശേഷം വിരോധമായി ഒരുപാട് കാടത്തരങ്ങളുമായി കാടന്മാർ എഴുതിയിട്ടുണ്ട്. സുവിശേഷ വിരോധികൾ എഴുതിയിട്ടുണ്ട്. ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ദൈവവചനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, പ്രസംഗത്തെ ഇല്ലായ്മ, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് പലരും പല കോമാളി വേഷം കെട്ടി പല രാജ്യങ്ങൾക്കകത്തും പല സ്ഥലത്തും എഴുതിയിട്ടുണ്ട്. അവരൊന്നും പിന്നീട് നേരെ ചൊവ്വേ ജീവിച്ചിട്ടില്ല. പിന്നീട് അവരും നേരെ ചൊവ്വേ പോയിട്ടില്ല. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ ഭവനങ്ങൾക്കകത്ത് തലമുറകളെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വളരെ ലോകപ്രകാരമുള്ള കാനാൻ ഇത്രയധികം മഹിമയുള്ളതാണെങ്കിൽ ആമീൻ നമുക്ക് തന്നെ സ്വർഗീയ കാനാൻ എത്ര ശ്രേഷ്ഠമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ലോകപ്രകാരമുള്ള കാനാനെ കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ട് പറയാണ് പുതിയ നിയമസഭയോട്, ലോകപ്രകാരമുള്ള കാനാനല്ല, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശമല്ല പുതിയ നിയമസഭയ്ക്ക് തരാൻ പോകുന്നത്. പുതിയ നിയമസഭയ്ക്ക് തരാൻ പോകുന്നത് സ്വർഗീയ കാനാനാണ്. ഹല്ലേലൂയ. അപ്പൊ നീ ആ സ്വർഗീയ കാനാനിലേക്ക് പ്രവേശിപ്പാൻ കഴിയുന്ന നിലയിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. സ്വർഗീയ കാനാൻ നിനക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നീ സ്വർഗീയ കാനാനിൽ എത്തണമെങ്കിൽ നീ ദൈവത്തോട് വിശുദ്ധി പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം വായിക്കുന്നത് ലോകപ്രകാരമുള്ള കാനാൻ ഇത്രയധികം മഹിമയുള്ളതെങ്കിൽ നമുക്ക് സ്വർഗീയ കാനാൻ എങ്ങനെയുള്ളതായിരിക്കും? അവിടെയുള്ള തേൻ എത്ര കൂടി മടങ്ങും മധുരമുള്ളതായിരിക്കും. സ്വർഗീയ കനാലിലുള്ള തേന് ഈ ഭൂമിയിലെ തേനേക്കാൾ എത്രയോ കൂട്ടി മടങ്ങും രുചിയുള്ളതായിരിക്കും ആ തേനെന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം പാലും തേനും ഒഴുകുന്ന ഒഴുകുന്ന നാട് കാനാൻ എന്നത് ആത്മീയ ജീവിതമാണ്. അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ നാടെന്ന് പറയുന്നത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നമ്മുടെ ആത്മജീവിതമാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അത് വേദവചനം നാം വായിക്കുമ്പോൾ ജീവൻ മാത്രമല്ല, അത് അഭിഷേകവും തരുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് ജീവൻ തരുന്നു, മാത്രമല്ല നമുക്ക് അഭിഷേകം കൂടെ തരികയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല ഈ പാലും തേനും ഒഴുകുന്ന കനാനെ അവകാശമാക്കണമെങ്കിൽ ചില നിബന്ധനകൾ ദൈവം വെച്ചിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന സ്വർഗീയ കാനാൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവം ചില നിബന്ധനകളെ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാത്തിടത്തോളം കാലം പാലും തേനും ഒഴുകുന്ന ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ജനമെല്ലാം ചിന്തിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ഉടൻ അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ സ്വർഗത്തിൽ ചെല്ലുമെന്ന് പഠിപ്പിക്കുന്ന സമുദായങ്ങളുണ്ട്, മതങ്ങളുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഉടൻ സ്വർഗത്തിൽ പോകത്തില്ല, അവന് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ സകല പാപവും ധൂർത്തും സകല ജഡികതയും മദ്യവും മയക്കുമരുന്നും പന്നസാൻ ലഹരി ഒടിച്ചിട്ട് ഈ ലോകത്തിന്റെ കാപട്യങ്ങൾക്കകത്തെല്ലാം വീണ്ടും ദൂർത്തടിച്ച് കൊള്ളയും കൊലയും ഒക്കെ നടത്തിയിട്ട് രാഷ്ട്രത്തിന്റെ മതത്തിന്റെ പിന്നാലെ പോയി തീവ്രവാദം ഭീകരവാദം വർഗീയതയൊക്കെ ചെയ്തിട്ട് സ്വന്തം സഹോദരനെ സ്നേഹിപ്പാൻ കഴിയാതെ, സ്വന്തം സഹോദരിയെ സ്നേഹിപ്പാൻ കഴിയാതെ, അയൽവാസിയെ സ്നേഹിപ്പാൻ കഴിയാതെ എന്നും ചണ്ടയിട്ട് ജീവിക്കുന്ന നീ എത്ര വലിയ ഭക്തനായിരുന്നാലും എത്ര വലിയ ഭക്തയാണെന്ന് പറഞ്ഞാലും ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തില്ല. ഒരു ദുഷ്ടൻ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. പിന്നെ മതം പഠിപ്പിക്കുന്ന ഈ ദൈവരാജ്യത്തിൽ ചെല്ലുപോകുന്ന പക്ഷെ ദൈവരാജ്യത്തിന്റെ പടി പോലും നിനക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഈ ലോകജനങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കണം. ദൈവരാജ്യം ചെല്ലണമെങ്കിൽ ലോകജനങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കണം. അതുകൊണ്ടാണ് ദൈവം വേർപാട് തന്നെ വെച്ചിരിക്കുന്നത്. വേർപാട് വെച്ചിരിക്കുന്നത് എന്താണ്? ലോകത്ത് നമ്മൾ വേറിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം നാം പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായി യഹോവയാകുന്നു. അപ്പം ദൈവം നമ്മെ ജാതികളിൽ നിന്ന് വേർതിരിച്ചു. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ, ലോകത്തിന്റെ ജഡീ സുഖങ്ങളിൽ, പാപ ഉല്ലാസങ്ങളിൽ വീണ് കിടന്ന എന്റെയും നിന്നെയും ദൈവം വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളാക്കി മാറ്റി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് ഇവിടെ കള്ളും കുടിച്ച് ഇവിടെ അടിപിടി ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി വീട്ടിൽ ഭാര്യയും തല്ലി മക്കളെയും തല്ലി അപ്പനെയും അമ്മയും തല്ലിയും കൊന്നും അമ്മായിയമ്മ മരുമോളെ അടിച്ച് മരുമോൾ അമ്മായിയമ്മയെ അടിച്ച് പരസ്പരം ശണ്ടകിട്ടുമൊക്കെ നടന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ പിന്നെ വളരെ സന്ദേശം, വളരെ അനുശോചന പ്രസംഗമൊക്കെ നടന്നു. വളരെ അനുശോചന, അച്ചായി നല്ലതായിരുന്നു, അമ്മാമ്മ നല്ലത്, ചേച്ചി നല്ല ചേട്ടൻ, നീ മരണാനന്തരം നിന്നെക്കുറിച്ച് എന്തെല്ലാം ജനം വാഴ്ത്തി പറഞ്ഞാലും പുകഴ്ത്തി പറഞ്ഞാലും നീ ദൈവരാജ്യത്തിൽ ചെല്ലത്തെ, നീ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലെ? ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ലോകത്തിൽ നിന്ന് വേർപെടണം. ലോകക്കാരുമായിട്ട് കൂട്ടം കൂടാൻ പാടില്ല.
ലോകക്കാർ പലതും കാണിക്കും, ലോകക്കാർ പലതും ചെയ്യും, അവർ പലതും പ്രവർത്തിക്കും. അവർക്ക് നിയന്ത്രണമില്ല, വാക്കുകൾക്ക് നാവുകൾക്ക് നിയന്ത്രണമില്ല. അവർ ഏത് സമയത്തും എന്തും വിളിച്ചു പറയും, ഏത് അശ്ലീലവും അവർ ചെയ്യും, ഏത് അശ്ലീലവും പ്രവർത്തിക്കും. അവർക്ക് സ്വന്തം വീടെന്നോ നാടെന്നൊന്നുമില്ല, അവർക്ക് അല്ലയ്യ എല്ലാം ഒരുപോലാണ്. അല്ലയ്യ എന്ന് പറഞ്ഞാൽ അത്ര കുത്തഴിഞ്ഞ ജീവിതമാണ്. ദൈവമില്ലാത്തവന്റെ ജീവിതം എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ ജീവിതമാണ്. അല്ലേലിയ. അങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരുവനും ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയില്ല. നീ ഒരുപക്ഷെ ഭക്തനായിരിക്കും, ഒരുപക്ഷെ നീ ചെറുപ്പകാലം തൊട്ട് മദ്യപിക്കാത്തവനും വീടി വയ്ക്കാത്തവനും ഇറച്ചി മീനും കൂട്ടാതെ വളരെ ഭക്തിയുടെ വേഷം ധരിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. നീ ഭക്തി നിന്നെ വളർത്തിയതായിരിക്കും, എങ്ങനെയായിരിക്കട്ടെ. പക്ഷെ നിനക്ക് ദൈവരാജ്യം കിട്ടണമെങ്കിൽ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത കനാനല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവരാജ്യം നിനക്ക് കിട്ടണമെങ്കിൽ നീ ലോകജാതികളിൽ വേറിട്ടിരിക്കണം. ഇത് ദൈവത്തിന്റെ വചനമാണ് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നമുക്ക് ലഭിക്കാൻ പോകുന്ന പരമകാനാൻ നമ്മൾ വാഞ്ചിക്കണം. ലോക ജനങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കണം. ലോകജനങ്ങളിൽ നിന്നും വേറിട്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ അഴുക്കുകളും മാറ്റിക്കളയണമെന്നാണ്. എല്ലാ അഴുക്കുകളും മാറ്റിക്കളഞ്ഞിട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഇവിടുത്തെ പാപസുഖങ്ങളെല്ലാം വീഴണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ ദേശത്ത് സുവിശേഷം വരെയായിട്ട് വന്നു, വർഷം 19 ഏറ്റവും മാന്യമായ രീതിയിലും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലും ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്തെല്ലാം അപവാദങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ എന്നെക്കുറിച്ച് ജനങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്, എന്തെല്ലാം കിട്ടുകഥകൾ, എന്തെല്ലാം ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന ചിലരുടെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ അവർ തികഞ്ഞു പോയതുപോലെ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവരെ കുറിച്ച് ഭയങ്കര സങ്കടമാണ്. കർത്താവ്, ഇവർ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുകയാണല്ലോ. ഞാൻ വിശുദ്ധിയുടെ പറഞ്ഞ ഈ ദേശത്ത് ശക്തമായി പ്രസംഗിച്ചിട്ടും അത് കേൾക്കാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ ദൈവവചനം പ്രസംഗിച്ചതിന്റെ പേരിൽ നിന്ന് എന്റെ മുമ്പിൽ താമസിച്ച സഹോദരിയുണ്ട്. ഇന്നലെ പകൽ മുഴുവൻ തെറി പറയായിരുന്നു, ചീത്ത പറയായിരുന്നു. ഞാൻ ചിന്തിച്ചു, കർത്താവി, ഈ പ്രായമായി കുഴിമാടത്തോട് അടുത്തിരിക്കുന്നതാണ്. പ്രായമായി കുഴിമാടത്തോട് അടുത്തിരിക്കുന്ന ഇന്നും അവർക്ക് മാനസാന്തരപേര് രാവിലെ എഴുന്നേറ്റ് വലിയ കൊന്തമാലയൊക്കെ ഉരുട്ടിക്കൊണ്ട് പള്ളി പോകും. ഹല്ലേലൂയ. എന്നിട്ട് തിരിച്ചു വന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് ഗേറ്റ് തുറന്ന് വീട്ടിനകത്ത് കയറുന്നതിന് അയൽവാസിയെ മുഴുവൻ തെറി വിളിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ് ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ വലിയ ഭക്തന്മാരൊക്കെ ഉണ്ട്. ഇവരെല്ലാം നരകത്തിൽ പോവുകയുള്ളൂ. അപ്പം പൊന്നിനേക്കാൾ, തങ്കത്തിനേക്കാൾ, തേനിനേക്കാൾ, തേൻകട്ടേക്കാൾ മധുരമുള്ള ശ്രേഷ്ഠമേറിയ ദൈവവചനം നിന്റെ ഉള്ളിൽ ഇല്ലാത്തടത്തോളം കാലം നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ നീ മാതൃകയാക്കി മാറ്റണം. അപ്പൊ നമ്മെക്കുറിച്ച് ഒരുപാട് ദോഷങ്ങൾ നാം ദൈവവചനം വിളിച്ചു പറയുന്നത് കൊണ്ട് അതിനെ ഇല്ലായ്മപ്പെടുത്തുവാൻ, ദൈവവചനം വിളിച്ചു പറയുന്നതിനെ അലങ്കോലപ്പെടുത്തുവാൻ, ദൈവവചന ശുശ്രൂഷ നടത്തുമ്പോൾ അതിനെ വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുപാട് ആട്ടും തോലണിഞ്ഞ് ചെന്നായ്ക്കളെ പോലെ ഒരുപാട് എണ്ണം അടുത്തുകൂടിയെന്ന് വന്നേക്കാം. അതൊന്നും കണ്ട് ഭാരപ്പെട്ടു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സമയം ഒരു പോസ്റ്റ് ഇട്ടപ്പം അതിനടിയിൽ ഒരു സഹോദരൻ വളരെ അസഭ്യമായ ഭാഗം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ടാക്സ് ഒക്കെ പറഞ്ഞിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്കതിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ പ്രസംഗത്തിന് നേരെ വന്നിട്ട് നമുക്കത് എന്തെല്ലാം ആക്രോശം കാണിച്ചാലും എന്തെല്ലാം പ്രശ്നം നമുക്ക് തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ട് നമ്മളെല്ലാം ക്ഷമിക്കും. ഇവരൊക്കെ ഓർത്ത് നമുക്ക് തിരിച്ചു പറയാൻ കഴിവില്ല, പ്രാപ്തിയില്ല, നമുക്ക് ധൈര്യമില്ല, നമ്മളെന്തോ പേടിത്തൊണ്ടന്മാരാണെന്ന് ചിലരൊക്കെ ചിന്ത. എന്നെ കേൾക്കുന്ന സഹോദരൻ, ഞങ്ങൾ പേടിച്ചും വിറച്ചും ഇരിക്കുന്നതല്ല, നിന്നെ ഭയപ്പെട്ടിട്ടുമല്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനം പ്രാപിച്ചു, യേശുക്രിസ്തു വീണ്ടും ജനം പ്രാപിച്ചതുകൊണ്ടും ഞങ്ങളുടെ ഉള്ളിൽ ദൈവവചനം വസിക്കുന്നത് കൊണ്ടും ഞങ്ങൾ സൗമ്യത്തിനും താഴ്മയുടെയും വിനയത്തിന്റെ അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ് നിന്നോടൊക്കെ മറുപടി പറയാത്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറുപടി പറയാം. ഞങ്ങൾ ഈ ലോകത്ത് ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഞാൻ ലോഡിങ്ങുകാരനായതുകൊണ്ട് അല്ലെങ്കിൽ ഹെഡ് റോഡ് രംഗത്തും ടിമ്പർ രംഗത്തും അതുപോലെ കരിക്കൽ തൊഴിലാളി, പാറമടത്തും ഇങ്ങനെയൊക്കെയുള്ള വിവിധ തടിപ്പണി രംഗത്ത് ഒരുപാട് കൂപ്പുപണി ചെയ്ത് വന്ന് എനിക്ക് നന്നായിട്ട് എല്ലാം സംസാരിക്കാൻ അറിയാം. പക്ഷെ സംസാരിക്കാത്തത് എന്താണെന്നറിയോ? നിന്നെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെ പോലെ ആകാതിരിക്കാൻ വേണ്ടി, നിന്റെ ജീവിതം പോലെ ആകാതിരിക്കാൻ, നിന്റെ സ്വഭാവം പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട്, നീ ചെയ്യുന്ന കാടത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒറ്റ രക്ഷയുള്ളൂ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കുന്ന പരമകാനാനി ചെല്ലണം.
രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഭക്തിയുടെ വേഷം ധരിച്ചതുകൊണ്ട്, ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട്, പ്രച്ഛന്ന വേഷധാരി ആയതുകൊണ്ട്, നീ രാവിലെയും വൈകിട്ടും പള്ളിയിൽ പോയതുകൊണ്ടോ, അമ്പലത്തിൽ പോയതുകൊണ്ടോ, മോസ്കിൽ പോയതുകൊണ്ടോ, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തതുകൊണ്ട്, ഒരുപാട് പേർക്ക് നീ സഹായിച്ചത് കൊണ്ട്, വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ, മക്കളെ വിവാഹം കഴിച്ച് അയക്കും പൈസ കൊടുത്തോണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തത് കൊണ്ടോ, അങ്ങനെ നീ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ പോകുകയില്ല. നീ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, അത് ചെയ്യണം. മനുഷ്യന്റെ വഴിയുടെ കഴിവുള്ളപ്പോൾ, നാം സാമ്പത്തിക ശേഷിയുള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. അല്ലേയ. പക്ഷെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇതെല്ലാം നാം ചെയ്താലും നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കും വീണ്ടും ജന്മം പ്രാപിക്കണം. അതുകൊണ്ടാണല്ലോ സ്വർഗവും നരകവും ദൈവം വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വർഗത്തിൽ എത്താൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാ മതവിഭാഗത്തിനും എല്ലാ മതവിശ്വാസികൾക്കും ഇവിടുത്തെ എല്ലാ ജനത്തിനും വലിയ സ്വർഗരാജ്യത്തിൽ എത്താൻ കഴിയുമായിരുന്നെങ്കിൽ നരകം എന്ന് പറയുന്ന ദൈവം പണിയുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ വഴിയിൽ കിടക്കുന്ന യാചകനടക്കം കോടീശ്വരനടക്കം നമ്മൾ ചിന്തിച്ചു എല്ലാവർക്കും ദൈവം സ്വർഗം തരും. പക്ഷേ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന ഒന്ന് പാലിച്ചിരിക്കണം. ലോകജാതിയിൽ നിന്ന് വേർപെട്ടിരിക്കണം. അല്ലൊരു എങ്കിൽ മാത്രമേ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ദൈവം നിനക്ക് തരികയുള്ളൂ. അപ്പൊ ഇവിടെ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങളെ വെറുത്ത് പാപങ്ങളെ നിങ്ങൾ തള്ളിക്കളയണം. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ബോധ്യം, പാപങ്ങളെ നിങ്ങൾ തള്ളിക്കളയണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയട്ടെ, ഞാനിവിടുന്ന് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് തൈക്കാടേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ബീവറേജ് ഉണ്ട്. ഈ ബീവറേജിൽ സാധനം വാങ്ങാൻ വരുന്ന 10 കിലോമീറ്ററും 15 കിലോമീറ്ററും ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ക്യൂവിൽ നിൽക്കുക. ക്യൂവിൽ നിന്നിട്ട് അവിടെ വന്ന് 2, 3, 4 കുപ്പി ചിലരൊക്കെ അതിൽ കൂടുതൽ വാങ്ങി കഷത്തെ വെച്ച് തോളെ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവനെന്തോ ദ്രവ്യം മേടിച്ചുകൊണ്ട് പോകുന്നത് പോലെ, എന്തോ അഭിമാനം പോലെ, ഇവനെ പോലെ വെറും നെറികെട്ടവൻ. എന്നിട്ട് ചിലരൊക്കെ കുടിച്ച് കൂത്താടി കണ്ണും ചുമന്ന് അവിടെ നിന്ന് വട്ടം കറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ രൂപഭാവം കണ്ടാൽ വെടിയേറ്റ പന്തിയെ പോലാ. കള്ളു കുടിച്ചിട്ട് നിൽക്കുന്നത് കണ്ടാൽ വെടിയേറ്റ പന്തി നിങ്ങൾ കണ്ടിട്ടോ. പന്തിക്ക് വെടിയേറ്റ് കഴിഞ്ഞ് ഇത് കിടന്ന് വട്ടം കറങ്ങും. തലയ്ക്ക് സുബോധം നഷ്ടപ്പെടും. പിന്നെ ഈ പന്തി കിടന്ന് വട്ടം കറങ്ങുക. കള്ളു കുടിച്ചിട്ട് ചിലതൊക്കെ ബീവറേജിന്റെ മുമ്പിൽ നിന്ന് കറങ്ങുന്നത്. അല്ലേരിയ സഹോദരൻ, നിനക്ക് ദൈവരാജ്യം കിട്ടത്തില്ല. നീ ദൈവരാജ്യത്തിൽ നീ നരകത്തിലേക്ക് തന്നെ പോകും. നീ ലോകത്തിൽ നിന്ന് വേർപെടണം. ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവവചനം അനുസരിക്കുന്നവൻ, വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് സ്വർഗവും നരകവും പണിത്. സ്വർഗത്തിൽ വിശുദ്ധന്മാർക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. നിങ്ങളിനി എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം കമന്റ് എഴുതിയാലും, എന്തെല്ലാം ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാല് ഒരു പാപിക്കും സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ദൈവഭക്തിയോട് ജീവിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അപ്പം കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ വെറുത്ത് തള്ളിക്കളഞ്ഞ് നിങ്ങൾ രക്ഷയിലേക്ക് വരണം. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകമോഹങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ജഡത്തിലെ ആത്മാവിലെ സകല കൺമഷന്തിക്ക് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നീ വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതത്തിലേക്ക് നീ വരുമ്പോൾ മാത്രമേ നിനക്ക് ദൈവവുമായി ബന്ധമുള്ളൂ. എല്ലാവർക്കും ദൈവമായിട്ടൊരു ബന്ധം വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ സകല ജനത്തിനും വേണ്ടിയിട്ടാണ് കർത്താവ് യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗം യാഗം ഏറ്റെടുത്തത്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന യേശു ക്രൂശിൽ മരിച്ചത് ഒരു ജാതിക്ക് വേണ്ടിയിട്ടല്ല, ഒരു കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ലോകത്തെ വിടണം. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ലോകം ജഡം പിശാച് ഇവകളെ വിട്ട് നിങ്ങൾ ലോകത്തിന് വേറെ ഇരിക്കണം. ലോകം ജഡം പിശാച് ഇതിനെ നീ വേർപെടണം. അല്ലേ? ചിലർക്ക് ലോകവും വേണം, ജഡവും വേണം, പിശാചും വേണം. ചില ആളുകൾ പറയും, എനിക്ക് മദ്യപിച്ചില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല, മദ്യപിച്ചില്ല എന്റെ കൈ വിറയ്ക്കും, എന്റെ ചൂണ്ട് വിറയ്ക്കും, മദ്യപിച്ചില്ല എനിക്ക് എഴുതിട്ട് നിൽക്കാൻ പറ്റത്തില്ല, സിഗരറ്റ് വലിച്ചില്ല എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന കുറെ മൂടന്മാരുണ്ട്. ഇതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കോമാളിയായിട്ട് നടന്നവനെ ഞാൻ. ഇതൊക്കെ ചുമ്മാ നമ്മളങ്ങ് പറഞ്ഞൊപ്പിക്കുക. ബീഡി വലിച്ചില്ലെങ്കിൽ ഇരിക്കത്തില്ല, സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ജീവിക്കത്തില്ല, കള്ളു കുടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് നിന്റെ അഹങ്കാരമാണ്.
അത് നിന്റെ ധാർഷ്ട്യമാണ്. അല്ലെങ്കിൽ ലോകം ജഡം പിശാച് നിന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ അല്ലെങ്കിൽ നിന്നോട് നീ പറയുന്നത്. അങ്ങനെ ഇസ്രായേലിന്റെ ജീവിതത്തിനകത്ത് ഇടർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, യഹോവ നിന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൈവത്തിനെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിഞ്ഞിട്ട് ലോകമോഹങ്ങൾ നീ മാറ്റിക്കളഞ്ഞിട്ടുണ്ടോ? ഈ ലോകത്തിന്റെ അശുദ്ധിയെ നീ മാറ്റിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നീ നിരാശയോടെ കണ്ണതിലൂടെ പ്രാർത്ഥിച്ച, ദൈവത്തിന് ഉപസിച്ച് നിലവിളിച്ച, ദൈവത്തിന് കാമിവൻ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ച നിന്റെ വിഷയത്തിൽ ദൈവം മറുപടി നൽകാൻ പോവുകയെ. യഹോവ നിന്നിൽ പ്രസാദിക്കുന്നുവെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടാകണം. ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുവെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടായാൽ നിന്റെ ഈ കാലത്തിലെ എല്ലാ കഷ്ടങ്ങളും മാറും. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഭർത്താവിന്റെ ജീവിതം നേരെയാകും, നിന്റെ ഭാര്യയുടെ ജീവിതം നേരെയാകും, നിന്റെ അപ്പനും അമ്മയും നേരെയാകും, നിന്റെ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള സംഘർഷം മാറും, അയൽവാസികളുടെ ശത്രുത്വം മാറും. നിന്നിൽ ദൈവം പ്രസാദിക്കുന്നുവെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടായാൽ, ഹല്ലേലൂയ, ദൈവം നിന്നിൽ പ്രസാദിക്കുന്നു എന്ന് നിനക്ക് തിരിച്ചറിവുണ്ടാകുന്നില്ലെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ കോലാഹലങ്ങളും നിന്റെ ഉള്ളിലുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ കോലാഹലങ്ങളിലേക്ക് നീ വീഴാതെ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിനകത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതേ സ്നേഹിത, ഹൃദയശുദ്ധിയുള്ളവർക്കും മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാ അഴുക്കും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നൊക്കെ യാത്ര ചെയ്യുമ്പോൾ വഴിയോ ഈ പാട്ട് പുറക്കിയൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എന്നെ കാണുമ്പോൾ കൈ കാണിച്ച് നിർത്തും. ഞാനവിടെ വണ്ടി നിർത്തും. അപ്പം അവരവരുടെ സങ്കടങ്ങളൊക്കെ പറയും. ചിലരൊക്കെ വിശ്വാസികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നാളിനോട് സഹോദരിക്കുക, എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കുന്നത്, എന്തിനാ ഇവരോടൊക്കെ മിണ്ടുന്നത്? അവരുടെ ജീവിതം കൊണ്ട് അവരെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ മനുഷ്യരാണ്. അവരും നമ്മളൊക്കെ ഈ ലോകത്ത് ജനിച്ചവരാ. അവരുടെ ഉള്ളിൽ കിടക്കുന്ന ജീവനെന്നാ, നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിൽ ഒഴുകുന്ന രക്തമെന്നാ, നമ്മളും അവർ ശ്വസിക്കുന്ന വായു എന്നാ, നമ്മളും അവർ പാർക്കുന്ന ഒരു മണ്ണില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മൾ അവരെ ഒന്നും ഒഴിഞ്ഞു പോകാതെ. എന്നാൽ ചില ആളുകളുടെ ഹൃദയത്തിലൊക്കെ അങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ അനുഭവങ്ങളുണ്ട്. അതൊക്കെ മാറ്റിവെച്ചിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം നിന്നെ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ദൈവം നിന്നെ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുചെന്നാക്കുമെന്ന് പറഞ്ഞ പോലെ, ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, നിന്റെ എല്ലാ കടബാധ്യതകളും മാറും, നിന്റെ എല്ലാ രോഗങ്ങളും മാറും, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കകത്ത് നിനക്ക് മോചനം കിട്ടും. ഹല്ലേലൂയ. ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? ഭാര്യയ്ക്കും ഭർത്താവിന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ആശ്വാസമുണ്ടോ? പരസ്പര സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിക്കുന്നുണ്ടോ? പരസ്പരം ഒന്നിച്ച് മിണ്ടുവാൻ, ഒന്നിച്ച് കിടന്നുറങ്ങുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇതൊന്നും കഴിയാത്തതിന്റെ കാരണം എന്താ? നിന്റെ ഉള്ളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഭവനത്തിനകത്ത് അലങ്കോലമല്ലേ? ഭവനത്തിനകത്ത് പ്രശ്നമല്ലേ? കുടുംബ ജീവിതം പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതല്ലേ? കുടുംബ ജീവിതം തകർന്ന് തരിപ്പണമായി കിടക്കുകയില്ലേ? ഉയർച്ച പ്രാപിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ സാത്താൻ നിന്നെ തകർത്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? ദൈവം നിന്നിൽ പ്രസാദിക്കുന്നില്ലാത്തത് കൊണ്ടും ലോകം ജനം പിശാച് നിന്നിൽ വസിക്കുന്നത് കൊണ്ട് നിന്നെ അവൻ തകർത്തുകൊണ്ടിരിക്കും. അതേസമയത്ത് ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിന് നിന്നെ തകർക്കാൻ കഴിയില്ല. അപ്പൊ ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുവെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടാകണം. അപ്പൊ ഇവിടെ തേൻകട്ട എപ്രകാരം ഹല്ലേലൂയ രുചിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ദൈവവചനത്തെ രുചിക്കണം. മറ്റൊരു തരത്തിൽ പറഞ്ഞു, ഒരു തേനീച്ചക്കൂട്ടിലെ തേനീച്ചകൾ തേൻ കൂട്ടിവെക്കുന്ന ആ തേൻകട്ട അതിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്നത് പോലെ. ഈ തേനീച്ചക്കൂട് നിങ്ങൾ കാണണം. അതിനകത്ത് തേൻ കൊണ്ട് ചെയ്യിച്ച അട്ടയെന്ന് പറയും. അതിന് ചുറ്റും ഈ തേനീച്ച വന്നിട്ട് ഈ കൂട് കൂട്ടി ചുറ്റും ആ തേൻകട്ടെ പൊതിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ആത്മജീവിതത്തിലും ദൈവദൂതന്മാർ നിങ്ങളെ പൂർണ്ണമായിട്ട് ചുറ്റിയിരിക്കണം. ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവിക സാന്നിധ്യം, വചനം നിന്നെ പൂർണ്ണമായി ഈച്ച തേൻകട്ടയെ ചുറ്റിയിരിക്കുന്നത് പോലെ, അതിനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായി മാറണം. ഇരുട്ടിന്റെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും നീ വിടുവിക്കപ്പെട്ടിട്ട് വെളിച്ചത്തിന്റെ മകനായി മാറണം. ഇരുളിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇരുളിലെ നടക്കുള്ളൂ. അവൻ ഒരിക്കലും ശരിയാകത്തില്ല. അവൻ ഇരുളായി ഇഷ്ടം. എന്നാൽ വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവരിപ്പം വെളിച്ചത്തെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്,
ഇതാ തേൻകട്ടയെ ഈച്ച പൊതിഞ്ഞിരിക്കുന്നത് പോലെ ദൈവം വചനവും ദൈവ സാന്നിധ്യം ദൈവിക ദൂതന്മാരും നിന്നെ പൊതിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഉലകത്തിൽ നീ പരാജയപ്പെട്ടു പോകത്തില്ല. ഈ ഉലകത്തിൽ നീ വീണു പോകത്തില്ല. നിന്റെ ജീവിതം സമൃദ്ധമായി മാറും. എത്രയോ ജനങ്ങളാണ് കണ്ണുനീരിന്റെ നടുവിലൂടെ കിടക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ ജനങ്ങളാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. എത്രയോ കുടുംബത്തിനകത്തകത്താൻ സ്വസ്ഥതയില്ലാത്തത്. എത്രയോ കുടുംബങ്ങളാണ് നിലവിളി ഉയർത്തുന്നത്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നീ ദൈവത്തെ അനുസരിക്കണം, ദൈവവചനം അനുസരിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. പാപജടത്തെ നീ വിട്ടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ദൈവദൂതന്മാർ ചുറ്റിലും നിന്ന് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഹല്ലേലൂയ. കൃപയിലും ഹല്ലേലൂയ നിങ്ങൾ വളരണം. നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ നിങ്ങൾ വളരണം. മാത്രമല്ല, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായിരുന്നാൽ എല്ലാ ഇരുട്ടിന്റെ മക്കളിൽ നിന്നും പാപമോഹം നിങ്ങൾ വേർതിരിഞ്ഞ് ജീവിക്കുവാൻ കഴിയും. സ്വർഗീയ കനാനെ കുറിച്ചൊരു ദർശനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വായിച്ചെന്താ, ഇസ്രായേൽ മക്കൾക്ക് കർത്താവിന്റെ എല്ലാ അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് അവരറിഞ്ഞിട്ടും എന്ത് ചെയ്തു? അവർ ദൈവത്തോട് മത്സരിച്ചു, മോശയോട് മത്സരിച്ചു. മോശയ്ക്കെതിരെ ഒരു വലിയ യുദ്ധത്തിന് തന്നെ ഒരുങ്ങി. അതുകൊണ്ടാണ് സ്വർഗീയ അമ്മയെ വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരട്ടെ. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. അല്ലെങ്കിൽ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കുന്നതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. വായിച്ച വചനമുണ്ട്. സംഖ്യാപുസ്തകം 14-8 വാക്യമാണ്. ഹല്ലേലൂയ. യഹോവ നിന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുക്കുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. അതെന്നിൽ ദൈവം പ്രസാദിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ പ്രസാദിക്കും. നീ അവസരം വിട്ടുകൊടുക്കുക. ലോകജനം പിശാചിനെ മാറ്റിയിട്ട് കർത്താവി, ആ വചനം തേനിലും നെൻകട്ടേക്കാൾ പൊന്നിലും തകത്തേക്കാൾ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എന്നിൽ ആ വചനം നിറയണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇരുൾ മാറി നിന്റെ ദൈവം വെളിച്ചത്തിലേക്ക് ഒരു എല്ലാ കഷ്ടങ്ങളും മാറും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരതത്തിൽ ലോക രാജ്യമുള്ള 800 കോടി ജനത്തിനായി മദ്യത്തിനും മയക്കുവിനും വൻസലഹരിക്കും ഒഴിവുപെട്ട് ഈ ലോകത്തെ ജടിക കൂത്തുകാഴ്ചകളിൽ വീട് കിടക്കുന്ന അനവധി ആളുകൾ, പാപത്തിൽ വീണ് കിടക്കുന്ന ഇരുളിന്റെ ആധിപത്യത്തിൽ വീണ് മരണത്തെ മുഖാമുഖം കണ്ട് രോഗികളായി കിടക്കുന്ന കടക്കണിയിലും സാമ്പത്തിക ഞെരുക്കത്തിലും കടന്നു പോകുന്ന അനവധി ആളുകൾ കർത്താവ് ഇന്നവർക്ക് മനസ്സാന്തരം, കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരുടെ കടന്നു ഭക്തിയുടെ വേഷം ധരിച്ച് കർത്താവ് ആട്ടത്തോലിന്റെ ഒരു കൂട്ടം ചെന്നായ്ക്കളെ പോലും ഒരു കൂട്ടം ഞാൻ ചുറ്റിനും പാർക്കുമ്പോൾ അതിന്റെ നടിയിലവർക്ക് ഒരു മനസ്സാന്തരം രക്ഷയിലേക്ക് അവിടെ കടന്നു വരുവാൻ സഹായം മക്കൾ കർത്താവ് വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ വിട്ടുപോയത് പോലെ ഈ ജനം പെട്ടുപോകാതെ ആ സ്വർഗീയ കനാൻ ലക്ഷ്യമാക്കി ജീവിതത്തിൽ മുന്നേറുവാൻ ജനത്തെ ഒരുക്കണമേ. സകല ദൈവമക്കളും ദൈവദാസന്മാരെ അനുഗ്രഹിക്കണമേ. എല്ലാ തലമുറയും അനുഗ്രഹിക്കണം. തലമുറകളെല്ലാം മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിപ്പെട്ട് അനവധി തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിയെ ജനത്തെ എന്നൊക്കെ വിടിവിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.